ലവ് ദ പ്രോസസ്, ഫോർഗെറ്റ് ദ റിസൾട്ട്സ്. അതായത് നമ്മൾ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്തിട്ടുള്ളത് ഒരു റിസൾട്ട് ഓറിയൻറ്റഡോ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളുകളിലൊക്കെ നമ്മളൊരു മാർക്കിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ആ ഒരു പഠനം എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്ന ഒരു ലെവലിലല്ല നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിപ്പോൾ ഒരു റിയൽ ലൈഫിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനോ ഒരു വർക്ക് ചെയ്യുന്ന ആളോ ഒരു ഹോം മേക്കറോ ആരായിക്കോട്ടെ, നിങ്ങൾ ഇത്തരത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, ഹാപ്പിനെസ് ലെവൽ വളരെ ഒരു ലിമിറ്റഡ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ടിന് പകരം നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞ സാധനം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹാപ്പിനെസ് വളരെ ഒരു മൊമെൻ്ററി ആയിരിക്കും. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്രിസിയേഷൻ കിട്ടുന്ന സമയത്ത് മാത്രം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പകരം നമ്മൾ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് ലെവൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറച്ചും പാടെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക, റിസൾട്ട്സിൽ ഇഗ്നോർ ചെയ്യുക. കുറച്ചും കൂടെ ക്ലിയർ ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് കിട്ടുന്ന പ്രോസസ്സ് കൂടുതൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.